റിപ്പോർട്ടർ ഇമ്പാക്റ്റിലേക്കാണ്. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ വിറക് ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു. ഇന്നു മുതലാണ് 2 ശ്മശാനങ്ങളുടെയും പ്രവർത്തനം പുനരാരംഭിച്ചത്. ബാക്കിയുള്ള 2 അറ്റകുറ്റപ്പണി നടത്തിയ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. കഴിഞ്ഞ മാസം കരാർ തീർന്നതിനാൽ ശവസംസ്കാരം മുടങ്ങിയ വാർത്ത റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. റിനു ശ്രീധർ നമുക്കൊപ്പം. റിനു ശ്രീധർ, കരാർ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാതെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ആ വാർത്ത നൽകിയതിനു ശേഷം എന്തായാലും അറ്റകുറ്റപ്പണിയിലേക്കൊക്കെ നഗരസഭ കടക്കുകയാണല്ലേ? സുജയ, ഈ കഴിഞ്ഞ മാസം 31-നാണ് ശാന്തി കവാടത്തിലെ വിറക് ശ്മശാനത്തിന്റെ കരാർ അവസാനിച്ചത്. അതിനെ തുടർന്ന് ഏകദേശം 5ഓളം ദിവസം വിറക് ശ്മശാനത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടക്കുന്നില്ല എന്നുള്ള വാർത്ത റിപ്പോർട്ടർ TV പുറത്ത് വിട്ടിരുന്നു. ഉടൻ തന്നെ മേയർ ഇടപെടുന്ന ഒരു സാഹചര്യം ഇടപെടുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കൃത്യമായി നഗരസഭയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ഇന്നു മുതൽ ഏകദേശം 10 ദിവസത്തിന് ശേഷം ഇന്നു മുതൽ സംസ്കാര കർമ്മങ്ങൾ നടത്തി തുടങ്ങുകയും ചെയ്തത്. 4 ശ്മശാനങ്ങളാണ് വിറകുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നഗരസഭ അറിയിച്ചിരുന്നു. 2 ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുമ്പൂർ മൊഴി വേതനം അനുസരിച്ച് നഗരസഭ നേരിട്ടാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. നേരത്തെ കരാർ എടുത്തിരുന്നവർ അധിക തുക, അതായത് 1750 രൂപയായിരുന്നു ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന്. അധിക തുക ഈടാക്കുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ നേരിട്ട് ഇപ്പോൾ ശാന്തി കവാടത്തിന്റെ വിറക് ശ്മശാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് എന്നുള്ളതാണ്. എന്തായാലും 2 കൂടി ഇനി തുറന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഉടൻ തന്നെ ചില അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എത്രയും വേഗം തന്നെ 2 കൂടി തുറന്ന് പ്രവർത്തനമാക്കും എന്നുള്ളതാണ് നഗരസഭാ അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് റിനു ശ്രീധറാണ്.